Block-2 നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നത് unit-7 ഇൻ്റർനെറ്റ് സർവീസസ് ആൻഡ് ഇമെയിൽ കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലൂടെ ഒന്ന് കടന്നു പോകാം. നമുക്കറിയാം ഇൻഫർമേഷൻ ടെക്നോളജിൻ്റെ വളർച്ചയോട് കൂടിയിട്ട് ഇൻ്റർനെറ്റാണ് എന്താ പറയുക വിവരങ്ങൾ ആക്സസ് ചെയ്യാനും അതുപോലെ നമ്മൾ മുമ്പ് കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തരാനും അതുപോലെ ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാനും ഒക്കെ നമ്മൾ എന്താണ് പീപ്പിൾസായിട്ട് കണക്ട് ചെയ്യാനും ഇൻട്രാക്ട് ചെയ്യാനും അതുപോലെ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്യാനും ഒക്കെ നമ്മൾ സാർവത്രികമായിട്ട് യൂസ് ചെയ്യുന്നത് ആരെയാണ്? ഇൻ്റർനെറ്റിനെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വളർച്ചയോടുകൂടി ഇൻ്റർനെറ്റാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ആൾ. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഈ ഒരു പോപ്പുലാരിറ്റി കൂടിക്കൂടി വരികയാണ്. അതായത് നമ്മൾ എന്താ പറയുക ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന സർവീസസ്, അതുപോലെ ഇൻട്രാക്ഷൻസ്, നോളജ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുക, ബാങ്കിങ് സർവീസസ്, ഇത്തരം സർവീസസ് ഒക്കെ നമുക്ക് തരുന്നതുകൊണ്ട് ഇൻ്റർനെറ്റിൻ്റെ പോപ്പുലാരിറ്റി കൂടി വരികയാണ്. അതുപോലെ ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് മെയിൽസാണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന മോസ്റ്റ് പോപ്പുലർ സർവീസിൽ ഒന്നാണ് ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക് മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പീപ്പിൾസിൻ്റെ ഇടയിൽ ഡിഫറെൻറ്റ് കൺട്രികളിലോ ഡിഫറെൻറ്റ് റിമോട്ട് ഏരിയാസിൽ നിൽക്കുന്ന പീപ്പിൾസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് മെയിൽ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇമെയിൽ എന്ന് പറയുന്നത്. അതുപോലെ അതർ പോപ്പുലർ സർവീസസ് ലൈക്ക് വേൾഡ് വൈഡ് വെബ് സർവീസസ്, FTP, ചാറ്റ് റൂംസ്, വീഡിയോ കോൺഫറൻസിങ് പോലെയുള്ള ഒരുപാട് സർവീസസും കാര്യങ്ങളും പറയുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഫസ്റ്റ് വരുന്നത് അബൌട്ട് ദി ഇൻ്റർനെറ്റ് ആണ്. ഇൻ്റർനെറ്റിൻ്റെ ഒരു ഷോർട്ട് ഹിസ്റ്ററിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്കൂടെ നമുക്കൊന്ന് കടന്നു പോയി നോക്കാം. ഓക്കെ, അതായത് ആസ് ഡിഫൈൻഡ് ബൈ സ്ട്രോസ്, എൽ അൻസാരി, ഫ്രോസ്റ്റ് 2003. ഈ മൂന്ന് ആൾക്കാർ ഇൻ്റർനെറ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. ദി ഇൻ്റർനെറ്റ് ഇസ് എ ഹോൾ നെറ്റ്വർക്ക് ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ഈച്ച് അതർ. സം കമ്പ്യൂട്ടേഴ്സ് ഇൻ ദിസ് നെറ്റ്വർക്ക് സ്റ്റോർ ഫയൽസ് സച്ച് ആസ് വെബ് പേജസ് വിച്ച് ക്യാൻ ബി ആക്സസ്ഡ് ബൈ ഓൾ നെറ്റ്വർക്ക് കമ്പ്യൂട്ടേഴ്സ്. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പരം ബന്ധിപ്പിച്ച് കിടക്കുന്ന ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയാം. ആ നെറ്റ്വർക്കിലുള്ള ചില കമ്പ്യൂട്ടേഴ്സിൽ കുറച്ച് വെബ് പേജസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും, ഫയൽസായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിനും ആക്സസ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ ഒരു ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുള്ളത്. വൈൽ ഒബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള 2003 തന്നെ വേറൊരാൾ ഇൻ്റർനെറ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇൻ്റർനെറ്റ് ഈസ് എ റാപ്പിഡ്ലി ഗ്രോയിങ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഓഫ് മില്യൺസ് ഓഫ് ബിസിനസ്, എഡ്യൂക്കേഷൻ ആൻഡ് ഗവൺമെൻറ് ദാറ്റ് ഇൻ്റർ കണക്റ്റഡ് ബൈ ദി നമ്പർ ഓഫ് യൂസേഴ്സ് മോർ ദാൻ 200 കൺട്രീസ്. അപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാപ്പിഡ്ലി ഗ്രോ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഒരുപാട് 200 കൺട്രീസിൽ നിന്നുള്ള ഗവൺമെൻറ് നെറ്റ്വർക്ക്സും അതുപോലെ എഡ്യൂക്കേഷൻസും അതുപോലെ ബിസിനസ്സൊക്കെ ഇൻ്റർ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റാപ്പിഡ് ഗ്രോയിങ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ് എന്നാണ് ഒബ്രിയാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ഡെഫിനേഷനും കൂടിയിട്ട് നമുക്ക് ഇൻ്റർനെറ്റിന് ഒരു ബേസിക് ആയിട്ടൊരു ഡെഫിനേഷൻ കൊടുക്കാം. എന്താണ്? ഇൻ്റർനെറ്റ് ഇസ് എ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ഫിസിക്കലി കണക്റ്റഡ് ഡിവൈസസ് ഫോർ എക്സ്ചേഞ്ചിങ് ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിസിക്കലി കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസസിൻ്റെ ഒരു ഗ്ലോബൽ നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക് എന്നും കൂടെ പറയാം. അതായത് ഒരുപാട് ഡിവൈസസ് തമ്മിൽ നെറ്റ്വർക്ക് ടെക്നോളജി യൂസ് ചെയ്തിട്ട് പരസ്പരം ഒരുപാട് ഡിവൈസസ് തമ്മിൽ ലിങ്ക് ചെയ്തതാണ് അത്. അതുകൊണ്ട് നമുക്ക് ഇതിന് എന്തും കൂടെ പറയാം? നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക് എന്നും കൂടെ പറയാം. അതുപോലെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സും ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. അപ്പോൾ അതിൽ ചിലതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഈസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതായത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽസായിട്ട് കണക്ട് ചെയ്യാനും അതുപോലെ ഈസിലി നമുക്ക് അവർ തമ്മിൽ ഇമെയിലായിട്ടോ ചാറ്റായിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഭയങ്കര ഈസിയാണ്. അവൈലബിൾ റൗണ്ട് ദി ക്ലോക്ക്, അതായത്
ഏത് ടൈം വേണമെങ്കിലും നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാനുള്ള കഴിവിനെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ഇൻഫോർമേഷൻ സോഴ്സ്. ഇൻ്റർനെറ്റ് ഹാസ് ഇനേബിൾഡ് ആസ് ടു ആക്സസ് അൺലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഇൻ്റർനെറ്റ് ഫ്രം എനിവേർ ഓൺ ദി എർത്ത്. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് അൺലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഇൻഫോർമേഷൻ നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടും. അതുപോലെ ഇ-കൊമേഴ്സ്. ഇലക്ട്രോണിക് കൊമേഴ്സ് ഓസ് ഇറ്റ്സ് ബർത്ത് ടു ഇൻ്റർനെറ്റ്. We can shop online across different websites at just one click. We need not visit to stores to order things. അപ്പോൾ നമുക്ക് ഇ-കൊമേഴ്സ്, ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓൺലൈൻ ഷോപ്പിങ്ങുകളൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അതാണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഷോപ്പുകളിലൊന്നും വിസിറ്റ് ചെയ്യാതെ തന്നെ എവിടെ നിന്ന് വേണമെങ്കിലും ജസ്റ്റ് ഒരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ വീട്ടിലെത്തും അല്ലേ, ഓൺലൈൻ. അപ്പം അത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇ-കൊമേഴ്സ് പോസിബിൾ ആക്കാം. അതർ സർവീസസ് എന്ന് പറയുന്നത്, ഇൻ്റർനെറ്റ് ഹാസ് മെയ്ഡ് അവൈലബിൾ സർവീസസ് ലൈക്ക് ഓൺലൈൻ ബാങ്കിങ്, hotel booking, ticket booking, job search and counseling services in electronic form conveniently over the web. Okay, how the internet functions. എങ്ങനെയാണ് ഒരു ഇൻ്റർനെറ്റ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ദി ഇൻ്റർനെറ്റ് ഫങ്ഷൻ വയ എ പാക്കറ്റ് റൂട്ടിംഗ് നെറ്റ്വർക്ക് ഫോളോയിങ് ദി പ്രോട്ടോകോൾ, സ്പെസിഫിക്കലി IP ആൻഡ് TCP. അപ്പോൾ എന്താ പറയുക, IP TCP എന്ന് പറഞ്ഞിട്ടുള്ള 2 പ്രോട്ടോകോൾസ് ഉണ്ട്. അതിനെ ഫോളോ ചെയ്തിട്ട് ഒരു പാക്കറ്റ് റൂട്ടിംഗ് നെറ്റ്വർക്കായിട്ടാണ് ഇൻ്റർനെറ്റ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിനെ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഓരോന്നും എന്താണെന്ന് പറയാം. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. അക്കോർഡൻസ് ഓഫ് വിത്ത് കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ഈച്ച് അതർ ഈസ് നോൺ ആസ് പ്രോട്ടോകോൾ. നമ്മൾ നെറ്റ്വർക്കിലുള്ള 2 കമ്പ്യൂട്ടറുകളോ അല്ലെങ്കിൽ പരസ്പരം കമ്പ്യൂട്ടറുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം നമ്മൾ ഒബേ ചെയ്തിരിക്കേണ്ട കുറച്ച് റൂൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോട്ടോകോൾ. സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഓക്കെ, പാക്കറ്റ് റൂട്ടിംഗ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു ടേം നമ്മൾ മേലെ പറഞ്ഞു. അതെന്താ വെച്ചാൽ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ഡാറ്റ സെൻഡ് അക്രോസ് ദി ഇൻ്റർനെറ്റ് ഈസ് കോൾഡ് പാക്കറ്റ്സ്. In case of the packet routing network, the packets are directed the source to the destination of computer. അതായത് നമ്മൾ ഡാറ്റ കമ്പ്യൂട്ടറിൽ നിന്നും കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ, ഇൻ്റർനെറ്റ് വഴി നമ്മൾ നെറ്റ്വർക്കിലൂടെ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡാറ്റനെ ഇങ്ങനെ ഫ്രാഗ്മെൻറ്റ്സ് ആക്കിയിട്ട് മാറ്റുക ചെയ്യുക, ഡിവൈഡ് ചെയ്ത് ഓരോ ഫ്രാഗ്മെൻറ്റിനെയും ഓരോ പാക്കറ്റ് ആക്കിയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ പാക്കറ്റ്സ് ആയിട്ടാണ് നെറ്റ്വർക്കിലൂടെ നമ്മളെ ഡാറ്റ സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് പാക്കറ്റ് റൂട്ടിംഗ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പ്രോട്ടോകോൾ എന്താണെന്ന് പറഞ്ഞു. അതിൽ നമുക്ക് ഒരുപാട് പ്രോട്ടോകോൾസ് പഠിക്കാനുണ്ട്. അതിൽ two most important പ്രോട്ടോകോളാണ് IP ആൻഡ് TCP. ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ, സെറ്റ് ഓഫ് റൂൾസ് ഫോർ സ്പെസിഫൈങ് ഹൗ ടു റൗട്ട് ഇൻഫർമേഷൻ ബൈ അറ്റാച്ചിങ് അഡ്രസ് ഓൺ ടു ദി ഡാറ്റ സെൻഡ് ബൈ ഇറ്റ്. നമ്മൾ ഒരു ഡാറ്റ സെൻറ്ററിൽ നിന്നും റിസീവറിലോട്ടാണല്ലോ ഡാറ്റ സെൻഡ് ചെയ്യുക. നേരത്തെ പറഞ്ഞു ഡാറ്റ പാക്കറ്റ്സ് ആയിട്ടാണ് സെൻഡ് ചെയ്യുക. അപ്പോൾ ഓരോ പാക്കറ്റിൻ്റെ മേലെയും എന്തുണ്ടാവും, ഇത് ആർക്കാണോ സെൻഡ് ചെയ്യുന്നത് അവരുടെ റിസീവിങ് അഡ്രസ്സ് ഉണ്ടാവും. ആ അഡ്രസ്സ് കൊടുക്കുന്നത് ആരാണ്, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളാണ്. ആ അഡ്രസ്സ് കൊടുത്തിട്ട് ഡാറ്റ സെൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ട്രാൻസ്പോർട്ട് കൺട്രോൾ പ്രോട്ടോക്കോൾ, TCP ഹാൻഡിൽസ് ദി റീകൺസ്ട്രക്ഷൻ ഓഫ് മെസ്സേജ് അറ്റ് destination, resending of the information in case of information is missed. നേരത്തെ നമ്മൾ പറഞ്ഞു ഡാറ്റ ഫ്രാഗ്മെൻറ്റ്സ് ചെയ്തിട്ട് പാക്കറ്റ്സ് ആക്കിയിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാക്കറ്റ്സിനെ ഡെസ്റ്റിനേഷൻ എൻഡിലെത്തുമ്പോൾ നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മുടെ ഒറിജിനൽ ഡാറ്റ ആക്കി മാറ്റുന്ന ജോലി ആർക്കാണ്, TCP, ട്രാൻസ്പോർട്ട് കൺട്രോൾ പ്രോട്ടോക്കോളിനാണ് ഉള്ളത്. അതുപോലെ നമ്മൾ റൗട്ടിംഗ് മീൻസ് നമ്മൾ നെറ്റ്വർക്കിലൂടെ പാസ് ചെയ്യുന്നതിനാണ് നമ്മൾ റൗട്ടിംഗ് എന്ന് പറയാം. അപ്പോൾ ആ റൗട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും കേസിൽ ഇൻഫർമേഷൻ എന്തെങ്കിലും മിസ്സായി പോയാൽ ആ മിസ്സായി പോയ ഇൻഫർമേഷൻ ഏതാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് അതിന് റീസെൻഡ് ചെയ്യുന്ന ജോലിയും കൂടെ ആർക്കാണ്, TCP, ട്രാൻസ്ഫർ കൺട്രോൾ പ്രോട്ടോക്കോൾക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ടൈപ്സ് ഓഫ് ഇൻ്റർനെറ്റ് സർവീസസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലോബൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഇൻ്റർകണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡിവൈസസിനെയാണ് നമ്മൾ അതായത് സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ഡിവൈസസിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്, ഇൻ്റർകണക്ട് ചെയ്തിട്ടുള്ള.
നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മോസ്റ്റ് പോപ്പുലറായിട്ട് ഈ ഇൻ്റർനെറ്റ് നമുക്ക് തരുന്ന ഇൻ്റർനെറ്റ് സർവീസസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇനി പറയുന്നത്. ഇമെയിൽ, ഫസ്റ്റ് വൺ ഇമെയിലാണ്. ഇമെയിൽ നമുക്കറിയാം, ഇലക്ട്രോണിക് മെയിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇറ്റ്സ് എ ഡിജിറ്റൽ ഫോം ഓഫ് മെസ്സേജ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദി പീപ്പിൾസിൻ്റെ ഇടയിൽ മെസ്സേജ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ മെസ്സേജസ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർവീസാണ് ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മളെ ലോകത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഏത് ടൈമിലും നമുക്ക് ആർക്ക് വേണമെങ്കിലും മെസ്സേജസ് ഇമെയിൽ ത്രൂ നമുക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. ദി എബിലിറ്റി ടു സെൻഡ് മെസ്സേജ് അക്രോസ് ഗ്ലോബ് വിത്ത് സെക്കൻഡ് ഹാസ് മെയ്ഡ് ഇറ്റ് ദി മോസ്റ്റ് പോപ്പുലർ ഫോം ഓഫ് മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹാസ് റീപ്ലേസ്ഡ് ഓൾമോസ്റ്റ് എവറി അതർ ഫിസിക്കൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ സച്ച് ആസ് ലെറ്റർ ഇൻ മെനി സ്ഫിയേഴ്സ് ഓഫ് ലൈഫ്. അതായത് നമ്മൾ പണ്ട് ലെറ്ററും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യുമായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് അയച്ചു കഴിഞ്ഞാൽ മാക്സിമം പോയാൽ മിനിമം പോയാൽ ഇന്ന് രാവിലെ അയച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം അത്രയും ടൈം കഴിഞ്ഞിട്ടേ നമുക്ക് ലെറ്റർ അയച്ച ആൾക്ക് ആരാണോ റിസീവർ അയാൾക്ക് കയ്യിലെത്തുള്ളൂ. പക്ഷേ ഇന്ന് ഇമെയിലാണെങ്കിൽ നമുക്ക് ഈ ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആൾക്കാർക്കും വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് എന്താണോ പറയാനുള്ളത് അത് നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും മോസ്റ്റ് പോപ്പുലാരിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ഇത്ര പോപ്പുലറായിട്ട് ഇമെയിൽ സർവീസ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ വേൾഡ് വൈഡ് വെബ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സർവീസാണ് ഇൻ്റർനെറ്റിൻ്റെ, വിച്ച് ഈസ് എസെൻഷ്യലി ഫോർ ഗ്ലോബൽ ഇൻഫർമേഷൻ ഷെയറിങ്. ഗ്ലോബൽ ഇൻഫർമേഷൻ ഷെയറിങ്ങിന് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു പാർട്ടാണ് വേൾഡ് വൈഡ് വെബ്, WWW. ഇത് നമുക്ക് ടെക്സ്റ്റ് പേജിൻ്റെ ഫോർമിലോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫ്സ് ആയിട്ടോ മ്യൂസിക് ഫയൽസ് ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോസ് ആയിട്ടോ ഒക്കെ നമുക്ക് വേൾഡ് വൈഡ് വെബിന്ന് നമുക്ക് ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ വെബ് സർവീസസ്. വെബ് സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്റ്റാൻഡർഡൈസ്ഡ് മീഡിയ ആണ്. വെബ് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ പ്രൊപ്പഗേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ ദി ക്ലയൻറ്റ് ആൻഡ് സെർവർ. ക്ലയൻറ്റ് ആൻഡ് സെർവർ, ഇൻ്റർനെറ്റിലുള്ള ക്ലയൻറ്റ് ആൻഡ് സെർവർ അപ്ലിക്കേഷൻസിന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പ്രൊപ്പഗേഷൻ മീഡിയത്തിനെയാണ് നമ്മളെന്ത് പറയുക, വെബ് സർവീസസ് എന്ന് പറയുക. നെക്സ്റ്റ് വരുന്നത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, FTP. നമ്മൾ ഇൻ്റർനെറ്റിലേക്ക് നമ്മൾ ഫയൽസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് FTP യൂസ്ഡ് ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഫയൽ അക്രോസ് കമ്പ്യൂട്ടേഴ്സ് ത്രൂ ഇൻ്റർനെറ്റ്. നെക്സ്റ്റ് വൺ ചാറ്റ് റൂംസ്. ചാറ്റ് റൂംസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ട് ചാറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് തന്നെയാണ് ചാറ്റ് റൂംസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദർ ആർ മീഡിയം വിച്ച് ആർ യൂസ്ഡ് ഫോർ റിയൽ ടൈം കോൺവെർസേഷൻ ബിറ്റ്വീൻ പേഴ്സൺ ഇൻ ഫോം ഓഫ് ടെക്സ്റ്റ്, വോയിസ് ആയിട്ടോ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജസ് ആയിട്ടോ ഒക്കെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ചാറ്റ് റൂംസ്. നെക്സ്റ്റ് മെയിലിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് കളക്ഷൻ ഓഫ് നെയിംസ് ഓർ അഡ്രസ്സസ് ആണ് ഫോർ ഇൻക്ലൂഡിങ് ദി people who subscribe the mailing distribution on regular basis. നെക്സ്റ്റ് വരുന്നത് ന്യൂസ് ഗ്രൂപ്പ്സ് ആണ്. ന്യൂസ് ഗ്രൂപ്പ്സ് എന്താണ്, നമ്മളെ ഇൻ്റർനെറ്റ് ബേസ്ഡ് ഫോറം ഫോർ ഡിസ്കഷൻ ഓൺ വേരിയസ് ടോപ്പിക്സ് റിമോട്ട്ലി കണക്റ്റിംഗ് ഡിഫറെൻറ്റ് യൂസേഴ്സ് അക്രോസ് ദി ഗ്ലോബ്. അതായത് വേൾഡിലുള്ള വിവിധ റിമോട്ട് ഏരിയാസിൽ നിന്നും എന്തെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ച് നമുക്ക് പരസ്പരം ഡിസ്കഷൻ നടത്താൻ പറ്റുന്ന ഒരു സർവീസിനെ നമ്മൾ ന്യൂസ് ഗ്രൂപ്പ് സർവീസ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് അബൌട്ട് ഇമെയിൽ ആൻഡ് ഇറ്റ്സ് കോൺഫിഗറേഷൻ. ഇമെയിൽ എന്താണ്, അതുപോലെ ഇതിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെ നടത്താം എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്കിൽ വരുന്നത്. നമുക്കറിയാം ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പറയുകയാണ്, ഇലക്ട്രോണിക് മെയിൽ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ സർവീസാണ് പ്രൊവൈഡഡ് ബൈ ഇൻ്റർനെറ്റ് വെർ വി ക്യാൻ സെൻഡ് ഓർ റിസീവ് മെസ്സേജ് ഫ്രം പീപ്പിൾ സിറ്റിംഗ് എനിവേർ ഇൻ ഗ്ലോബ് ഇൻ സെക്കൻഡ്സ് ഓർ ഓവർ ഇൻ്റർനെറ്റ്. ദി ഇലക്ട്രോണിക് മെയിൽ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1960 ഇമെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇൻ ടുഡേസ് വേൾഡ് മോസ്റ്റ് ഓഫ് അസ് ആർ using email to make our lives easier. Okay, the communication in an electronic mail is usually done via 3 protocols. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ മെയിൻലി നമ്മൾ വൺ ഓഫ് ദി 3 പ്രോട്ടോക്കോൾസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ യൂഷ്വലി ഇലക്ട്രോണിക് മെയിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നത്. ഫസ്റ്റ് വൺ SMTP സ്റ്റാൻഡ്സ് ഫോർ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഇത് നമ്മൾ ഇമെയിൽസ് സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ്. ദി മെസ്സേജ് ഇൻ ദി ഇമെയിൽ ഈസ് സെൻഡ് ബൈ ഇമെയിൽ ക്ലയൻറ്റ് ലൈക്ക് ജിമെയിൽ പോലെയുള്ള, അത് ക്ലയൻറ്റ് മീൻസ് ജിമെയിൽ, യാഹൂ പോലെയുള്ള മെയിൽ സർവീസസ് വെച്ചിട്ടാണ് നമ്മൾ
ക്ലയൻറ്റ് സർവീസസ് വെച്ചിട്ടാണ് നമ്മൾ ഇമെയിൽ സെൻഡ് ചെയ്യുക. അപ്പോൾ ദി മെസ്സേജ് ഇൻ ദി മെയിൽ ഈസ് സെൻഡ് ബൈ എ മെയിൽ ക്ലയൻറ്റ് ടു എ റിസീവർ. അപ്പോൾ ജിമെയിൽ പോലെയുള്ള ക്ലയൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ മെസ്സേജസ് സെൻഡ് ചെയ്യും ടു എ റിസീവർ കംപ്രസിങ് ഓഫ് റിസീവിങ് ഇമെയിൽ സെർവർ. ഏതെങ്കിലും ഒരു ഇമെയിൽ സെർവർ യൂസ് ചെയ്തിട്ട് റിസീവർ അത് എന്ത് ചെയ്യും, റിസീവ് ചെയ്യും. ദി സെൻഡർ യൂസസ് XMPP സെർവർ ഫോർ ക്യാരിങ് ഔട്ട് ദി പ്രോസസ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് എ ഇമെയിൽ മെസ്സേജ്. അപ്പോൾ ഇമെയിൽ മെസ്സേജ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ്, സെൻഡറാണ് യൂസ് ചെയ്യുന്നത്, SMTP ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ IMAP. ദി IMAP സ്റ്റാൻഡ് ഫോർ ഇൻ്റർനെറ്റ് മെയിൽ ആക്സസ് പ്രോട്ടോക്കോൾ which deals with managing and retaining email from the receiving servers. Receiving servers നിന്ന് ഇമെയിൽസ് റിട്രീവ് ചെയ്യാൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീൽ ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് IMAP എന്ന് പറയുന്നത്. These protocols are used only while receiving the email and then cannot be used for sending the email. സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് SMTPയും റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് IMAP ആണ് യൂസ് ചെയ്യുന്നത്. ഒരിക്കലും സെൻഡ് ചെയ്യാൻ വേണ്ടി ആരും യൂസ് ചെയ്യില്ല, IMAP യൂസ് ചെയ്യില്ല. The email will be present in the server and not get downloaded to the user's device, and they can be edited as if they are on the user's device. അതായത് ഇമെയിൽ ഉണ്ടാവുക എന്താ പറയുക, നമ്മുടെ സെർവറിലാണ് പ്രസൻ്റ് ആയിരിക്കുക. അത് യൂസേഴ്സിൻ്റെ ഡിവൈസിലേക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. യൂസേഴ്സിൻ്റെ ഡിവൈസിലുള്ള പോലെ നമുക്കതിനെ എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യും കൂടെ ചെയ്യാം. അതുപോലെ മൾട്ടിപ്പിൾ ഡിവൈസസ് നിന്ന് സിമുൾട്ടേനിയസ്ലി നമുക്ക് എന്ത് ചെയ്യാൻ സെർവറിലേക്ക് കണക്ട് ചെയ്യാനുള്ളതും നമ്മൾ IMAP യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് പോപ്പ് ആണ്. പോപ്പ് സ്റ്റാൻഡ് ഫോർ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ വിച്ച് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ഇൻകമിംഗ് ഇമെയിൽസ്. ഇൻകമിംഗ് ഇമെയിൽസിന് യൂസ് ചെയ്യുന്ന മറ്റൊരു പ്രോട്ടോക്കോളാണ് പോപ്പ് എന്ന് പറയുന്നത്. കറണ്ട് വേർഷൻ ഈസ് 3 ആൻഡ് പോപ്പ് 3 ഈസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് വേർഷൻ. ഓക്കെ, unlike IMAP, it downloads the entire email into the local user device. Once the email is downloaded in the user system, it would delete the data on the server, which is quite helpful in a server with less free memory. Okay, അതായത് IMAP പോലെയല്ല, നമുക്ക് സെർവറിൽ പ്രസൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് യൂസറിൻ്റെ ഡിവൈസസിലേക്ക് ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും പറ്റുള്ളൂ. ഇതെന്താണ്, നമുക്ക് സെർവറിനെ ലെസ് ഫ്രീ മെമ്മറി ആക്കാൻ വേണ്ടി പറ്റും. It works like a post office where letters temporarily stored before being delivered to the end users. അത് എൻഡ് യൂസറിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ലെറ്റേഴ്സൊക്കെ കുറച്ച് നേരത്തേക്ക് ടെമ്പററി ആയിട്ട് പോസ്റ്റ് ഓഫീസിൽ സ്റ്റോർ ചെയ്ത് വെക്കുമല്ലോ, സെയിം ആസ് അതുപോലെ തന്നെയാണ് സെർവറിൽ കുറച്ച് നേരം എൻഡ് യൂസറിൻ്റെ കയ്യിലെത്തുന്നതിന് മുന്നേ കുറച്ച് നേരം സെർവറിൽ തങ്ങിയിട്ടാണ് നമ്മുടെ ഇമെയിൽ വരിക. അപ്പോൾ അതിനാണ് നമ്മൾ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ എന്ന് പറയാൻ കാരണം. Should we be using IMAP or POP3? Essentially, it depends on where we would be accessing our emails. In case of working across multiple devices, the recommended method for receiving mail would be IMAP or Internet Mail Access Protocol. അതായത് നമ്മൾ ഏതാ യൂസ് ചെയ്യുക, ഏത് ചൂസ് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. അതായത് മൾട്ടിപ്പിൾ ഡിവൈസസിൽ നിന്ന് നമുക്ക് എന്താ പറയുക, സൈമുൾട്ടേനിയസ്ലി നമുക്ക് മൾട്ടിപ്പിൾ ഡിവൈസസിൽ നിന്ന് നമുക്ക് മെയിൽ ചെയ്യണമെങ്കിൽ, ഇമെയിൽ റിസീവ് ചെയ്യണമെങ്കിൽ നമ്മൾ IMAP യൂസ് ചെയ്യാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. However, if you have a designated device for mail and prefer to have all email accessible offline, then go with the POP as suitable option. അതായത് എന്നിരുന്നാലും നമുക്ക് ഓഫ്ലൈൻ ആക്സസിബിൾ ഇമെയിൽസ് വേണമെങ്കിൽ നമുക്ക് പോപ്പ് ചൂസ് ചെയ്യാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പോപ്പാണ്. ഓക്കെ, നെക്സ്റ്റ് ജിമെയിൽ, IMAP ആൻഡ് POP3 കോൺഫിഗറേഷൻ. ജിമെയിലിൽ എങ്ങനെയാണ് IMAPൻ്റെയും POP3ൻ്റെയും കോൺഫിഗറേഷൻ എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷനാണ് താഴെ തന്നിട്ടുള്ളത്. ജിമെയിൽ സെർവറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പിക്ചറിലൂടെ കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ആ പിക്ചർ ഒന്ന് നോക്കുക കേട്ടോ. നെക്സ്റ്റ് വരുന്നത് വെബ് ബ്രൗസേഴ്സാണ്. വെബ് ബ്രൗസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു റിയൽ ടൈം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു സ്ഥലത്ത് എങ്ങോട്ടെങ്കിലും ഒരു പിക്നിക്ക് പോകാൻ വിചാരിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പിക്നിക്കിന് നമ്മൾ എങ്ങനെ പോവും? നമുക്ക് എങ്ങനെയൊക്കെ പോവാം? കാറിൽ പോവാം, അല്ലെങ്കിൽ പബ്ലിക് ബസ്സിൽ പോവാം, മെട്രോയിൽ പോവാം, റിക്ഷ യൂസ് ചെയ്തിട്ട് പോവാം. അങ്ങനെ നമുക്ക് നമ്മുടെ ചോയ്സിനനുസരിച്ച്, നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് നമുക്ക് ട്രാവൽ ചെയ്യാം അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഇൻ്റർനെറ്റിനകത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ
അതുപോലെ ഫേവറേറ്റ് വെബ്സൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനും നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ ഉള്ളിലൂടെ നമ്മളൊന്ന് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺവീനിയൻസ് ആയിട്ടുള്ള നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ഒരു വെബ് ബ്രൗസർ ആദ്യം ചൂസ് ചെയ്യണം. അപ്പോൾ ആ വെബ് ബ്രൗസർ വഴിയാണ് നമ്മൾ ഇൻ്റർനെറ്റിനകത്തേക്ക് എൻ്റർ ചെയ്യുക. അപ്പോൾ വെബ് ബ്രൗസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ദി കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾഡ് ഇൻ വൺസ് കമ്പ്യൂട്ടർ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ വ്യൂയിങ് ദി വെബ് പേജസ് ഓൺ ദി ഇൻ്റർനെറ്റ്. ഒരിക്കൽ നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഒരു വെബ് ബ്രൗസർ നമ്മൾ ഒരാളുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വെബ് ബ്രൗസർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ വെബ് പേജസ് കാണാനും അതുപോലെ മറ്റ് സർവീസസ് ആക്സസ് ചെയ്യാനൊക്കെ വേണ്ടി പറ്റും. അപ്പോൾ മോസ്റ്റ് പോപ്പുലർ ഡിഫറെൻറ്റ് വെബ് ബ്രൗസേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സഫാരി, ഫയർഫോക്സ്, ക്രോം, എഡ്ജ്, ഒപ്പേര പോലുള്ള ഒരുപാട് വെബ് ബ്രൗസേഴ്സ് ഉണ്ട്. ഇപ്പോൾ ചില എക്സാമ്പിൾസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Most popular out of them are Apple Safari. The Safari is a web browser which has been developed by Apple Inc. ഇറക്കിയിട്ടുള്ളതാണ് ആപ്പിൾ സഫാരി. ഇറ്റ് ഫസ്റ്റ് റിലീസ്ഡ് ബൈ ആപ്പിൾ ഇൻ 2003 ഫസ്റ്റ് ഇത് റിലീസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് വൺ മോസില്ല ഫയർഫോക്സ്. ദി ബ്രൗസർ വാസ് ഡെവലപ്ഡ് ബൈ മോസില്ല, റിലീസ്ഡ് ഇൻ 2004 ആൻഡ് ഈസ് സെക്കൻഡ് മോസ്റ്റ് പോപ്പുലർ ബ്രൗസർ ആസ് ഓഫ് ടുഡേ. ഇന്ന് നമ്മൾ സെക്കൻഡ് മോസ്റ്റ് പോപ്പുലർ ബ്രൗസറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മോസില്ല ഫയർഫോക്സ് ആണ്. 2004 റിലീസ് ചെയ്തത്. ഗൂഗിൾ ക്രോം. ദിസ് വെബ് ബ്രൗസർ വാസ് ഡെവലപ്ഡ് ബൈ ഗൂഗിൾ ഇൻ 2008. ഗൂഗിൾ 2008 ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വെബ് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ വെബ് ബ്രൗസർ ഓഫ് വേൾഡ് ടുഡേ. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് ആരാണ്? ഗൂഗിൾ ക്രോം ആണ്. മൈക്രോസോഫ്റ്റ് എഡ്ജ് ഈസ് എ ന്യൂ ബിൽഡ് ഇൻ ബ്രൗസർ ദാറ്റ്സ് മീൻ ടു റീപ്ലേസ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. അതായത് മൈക്രോസോഫ്റ്റിൻ്റെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ റീപ്ലേസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് മൈക്രോസോഫ്റ്റ് എഡ്ജ്. ത്രൂ എഡ്ജ് വി വിൽ still come with Windows. The older browsers being relegated to legacy compatibility duties. Microsoft is urging everyone to use Edge for its faster performance and improved features. അപ്പോൾ എഡ്ജ് ഇപ്പോൾ പുതുതായിട്ട് ലോഞ്ച് ചെയ്തതാണ്. വലിയൊരു പ്രചാരത്തിൽ, അതായത് നമ്മളൊന്നും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. തുടങ്ങി മീൻസ് വന്നിട്ടുണ്ട്, പക്ഷേ അതിനേക്കാളും മോസ്റ്റ് പോപ്പുലറായിട്ട് നമ്മൾ ക്രോമും ഫയർഫോക്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഒപ്പേര ബ്രൗസറാണ്. ഒപ്പേര ഇസ് എ സ്മോളർ ആൻഡ് ഫാസ്റ്റർ ദാൻ മോസ്റ്റ് ബ്രൗസർ വാസ് റിലീസ്ഡ് ഫസ്റ്റ് ഇൻ 1996 ബൈ ഒപ്പേര സോഫ്റ്റ്വെയർ AS. അപ്പോൾ ഒപ്പേര എന്ന് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും സ്മോളറായിട്ട് അല്ലെങ്കിൽ ഫാസ്റ്ററായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെബ് ബ്രൗസറാണ്. 1996 റിലീസ് ചെയ്തിട്ടുള്ളത്. ഒപ്പേര സോഫ്റ്റ്വെയർ AS ആണിത് റിലീസ് ചെയ്തിട്ടുള്ളത്. ഓൾ ഓഫ് ദിസ് ബ്രൗസർ ആർ ഫ്രീ ടു ഡൗൺലോഡ്. They allow the user to access resources that have been stored in server through the hyperlinks present in the resources. അതായത് നമുക്ക് ഹൈപ്പർലിങ്ക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെർവറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എല്ലാ റിസോഴ്സസിനെയും ആക്സസ് ചെയ്യാനുള്ള കഴിവുകൊണ്ട് ഫ്രീ ഡൗൺലോഡാണ്. ഓക്കെ, നമ്മൾ വെബ് ബ്രൗസേഴ്സ് യൂസ് ചെയ്യുന്നത് വെബ് പേജസ് കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ. നമ്മൾ FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻ്റർനെറ്റിനകത്തോട്ട് ഫയൽസ് അപ്ലോഡ് ചെയ്യാനും അതുപോലെ ഇൻ്റർനെറ്റിൽ നിന്ന് എന്തെങ്കിലും ഫയൽസ് ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് വെബ് ബ്രൗസേഴ്സ് തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് വേൾഡ് വൈഡ് വെബ്, WWW. നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു വേർഡാണ്. ഇറ്റ്സ് എ കോമൺലി നോൺ ആസ് വെബ് വാസ് ക്രിയേറ്റഡ് ബൈ, അതായത് ടീം ബേർണേഴ്സ്-ലീ 1989 ടീം ബേർണേഴ്സ്-ലീ യൂറോപ്യൻ പ്രാക്ടിക്കൽ ഫിസിക്സ് ലബോറട്ടറിയിൽ വെച്ചിട്ട് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സർവീസാണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും. വേൾഡ് വൈഡ് വെബ് സിംപ്ലി എ മോഡ് ഓഫ് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ഓൺ ദി ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിലുള്ള കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സർവീസാണ് WWW. അപ്പോൾ വേൾഡ് വൈഡ് വെബ് നമുക്ക് എന്താ പറയുക, എസെൻഷ്യലായിട്ട് ഡോക്യുമെൻറ്റ്സ് അതുപോലെ വെബ് റിസോഴ്സസ് ഒക്കെ ആയിട്ടാണ് വേൾഡ് വൈഡ് വെബ് ഉണ്ടാവുക. അതായത് നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റ് വെച്ചിട്ട് ലിങ്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ URL വെച്ച് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് നമുക്ക് ഇൻഫർമേഷൻസ് നമുക്ക് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് കിട്ടുക വേൾഡ് വൈഡ് വെബിൽ. അതായത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ അപ്കമിങ് സെക്ഷനിൽ പറയും.
നമ്മൾ www അല്ലെങ്കിൽ വെബ് റിസോഴ്സസ് ഫസ്റ്റ് നമ്മൾ HTTP ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ് അത് വെച്ച് കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ വെബ് പേജസ് HTML യൂസ് ചെയ്തിട്ട് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്ക് ലാംഗ്വേജ് വെച്ച് പറഞ്ഞിട്ടുള്ളൊരു ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജസ് വെച്ചിട്ടാണ് നമ്മുടെ ഇൻ്റർനെറ്റിനകത്തെ വെബ് പേജ് ഇൻ്റർനെറ്റിനകത്തെ പേജിനാണ് നമ്മൾ വെബ് പേജ് എന്ന് പറയുക. ആ വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യുക HTML വെച്ചിട്ടാണ്. ആ HTML നമുക്ക് ആക്സസ് ചെയ്യുകയാണെങ്കിൽ വേൾഡ് വൈഡ് വെബിൽ HTTP എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോട്ടോക്കോളുണ്ട്. ആ പ്രോട്ടോക്കോൾ വെച്ചിട്ടാണ് നമുക്ക് ഓരോ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ വെബ് പേജസ് ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെബ് പേജസ് HTML യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻ്റർനെറ്റിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള വെബ് പേജസ് ഹൈപ്പർ ലിങ്ക് ആക്കിയിട്ടോ അല്ലെങ്കിൽ URLs ആക്കിയിട്ടൊക്കെ നമുക്ക് എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുക. അതുപോലെ വെബ് പേജസ് ആർ ഡിസ്പ്ലേഡ് ഇൻ ദി വെബ് ബ്രൗസർ ആൻഡ് മേ കണ്ടെയ്ൻ റെഫറൻസ് ടു ടെക്സ്റ്റ്, ഇമേജസ്, വീഡിയോ, ഓഡിയോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കമ്പോണൻസ് ആക്കിയിട്ടാണ് നമ്മളെ വെബ് പേജസ് ഉണ്ടാവുക. ഇനി ഒരു കോമൺ ഡൊമൈൻ നെയിം വെച്ചിട്ട് നമ്പർ ഓഫ് മൾട്ടിപ്പിൾ വെബ് റിസോഴ്സസ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. വെബ്സൈറ്റ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് വെബ് പേജസിനെയാണ് നമ്മൾ വെബ്സൈറ്റ് എന്ന് പറയാം. വിച്ച് ആർ സ്റ്റോർഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ് റണ്ണിങ് എ പ്രോഗ്രാം കോൾഡ് എ വെബ് സെർവർ. അപ്പോൾ ഈ വെബ്സൈറ്റ് എവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക വെച്ചാൽ എന്താ പറയുക, നമ്മളെ വെബ് സെർവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പ്യൂട്ടറാണ്. ആ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ എന്തെങ്കിലും ഒന്ന് വെബ് ബ്രൗസർ വെച്ചിട്ട് നമ്മൾ വെബ് ബ്രൗസറിൽ നിന്ന് ഇൻ്റർനെറ്റ് വഴി നമ്മൾ എന്തെങ്കിലും ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അതിൻ്റെ തിരിച്ച് റിസൾട്ടാക്കിയിട്ട് റെസ്പോണ്ട് തരുന്നത് നമ്മുടെ വെബ് ബ്രൗസറാണ്. അതുപോലെ ഒരു വെബ്സൈറ്റിൻ്റെ കണ്ടൻറ്റ് എന്താ പറയുക, കണ്ടൻറ്റ് എങ്ങനെ ഇരിക്കും എന്ന് വെച്ചാൽ ആ വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള പബ്ലിഷറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണത്. ആ പബ്ലിഷറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ വെബ്സൈറ്റ്സും. അതായത് നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ നമ്മളേതായിട്ടുള്ള രീതിയിലുള്ള വെബ്സൈറ്റാണ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് നമ്മളാണ് തീരുമാനിക്കുക. അപ്പോൾ അതുപോലെ നമ്മളെ പോലുള്ള ഒരുപാട് യൂസേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും, വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അവരൊക്കെ കണ്ടൻറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പബ്ലിഷ് ചെയ്തത് ആരാണോ അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ കണ്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അത്രയാണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ URL. നമ്മൾ പറഞ്ഞു എന്താ പറയുക, വെബ് റിസോഴ്സസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യലും ഒന്നെങ്കിൽ ഹൈപ്പർ ലിങ്ക് വഴി ലിങ്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ URL വെച്ചിട്ടോ ആണ് നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റുക. ഒരു വെബ്സൈറ്റിനെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റെ URL മീൻസ് അതിൻ്റെ പാത്ത് എവിടെയാണോ സ്റ്റോർ ചെയ്തത് ആ ഒരു പാത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ അത് സെർവറിൽ എവിടെയാണുള്ളത് അത് നമുക്ക് റിസോഴ്സസ് ആയിട്ട് തിരിച്ച് സെൻഡ് ചെയ്ത് തരും. ടെക്നിക്കലി URL ഓർ വെബ് അഡ്രസ് ഈസ് ജസ്റ്റ് ആസ് എൻ അഡ്രസ് ഓഫ് എ പെർട്ടിക്കുലർ റിസോഴ്സസ് ഓൺ ദി ഇൻ്റർനെറ്റിൽ നമ്മളെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വെബ്സൈറ്റിൻ്റെ അഡ്രസ്സായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അഡ്രസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് പറയും. അപ്പോൾ നേരത്തെ ഒരു ഹൈപ്പർ ലിങ്കിൻ്റെ എക്സാമ്പിൾ മേലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നീല കളറിലായിട്ട് http://www.ignou.ac.in എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു അണ്ടർലൈൻഡ് ബ്ലൂ കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ URL എന്ന് പറയും. അതായത് വെബ്സൈറ്റ് അഡ്രസ്സിനെ നമ്മൾ എന്ത് പറയും, URL എന്ന് പറയും. ടു ആക്സസ് ദി റിസോഴ്സസ് മെയ്ഡ് അവൈലബിൾ ടു ദി പബ്ലിക് ബൈ ഇഗ്നോൻ്റെ റിസോഴ്സസ് പബ്ലിക്കിന് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. URL ഹാസ് 3 എലമെൻറ്റ്സ്. URLന് 3 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും HTTP എന്ന് പറഞ്ഞിട്ട്. അതിനെ നമ്മൾ പ്രോട്ടോക്കോൾ എന്നാണ് പറയുക. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ് www നമ്മൾ യൂസ് ചെയ്യാമെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ ഒരു പ്രോട്ടോക്കോളാണ് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെർവർ നെയിം ഓർ ഹോസ്റ്റ് നെയിം. അപ്പം നമ്മൾ ആരാണോ സെർവറിൻ്റെ അകത്തേക്ക് ഈ ഡീറ്റെയിൽസ്, അതായത് ഇവിടെ ഇഗ്നോൻ്റെ റിസോഴ്സസ് പബ്ലിക്കിന് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇഗ്നോ ഇങ്ങനെ ഒരു കാര്യം വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇഗ്നോൻ്റെ
സെർവറിൻ്റെ റിസോഴ്സസിൻ്റെ ഒരുപാട് കണ്ടൻറ്റ് എന്തിലുണ്ടാവും, ഈ ഒരു അഡ്രസ്സിനകത്ത് അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ സെക്കൻഡ് വരുന്നത് ആരാണോ സെർവർ അവരുടെ നെയിമാണ്, ഹോസ്റ്റ് നെയിമാണ്. അപ്പോൾ ഇവിടെ ഇഗ്നോ ആണ് ഇവിടുത്തെ ഹോസ്റ്റ്, അപ്പോൾ ഇഗ്നോ ആണ് ഇവിടുത്തെ സെർവർ നെയിം അല്ലെങ്കിൽ ഹോസ്റ്റ് നെയിം എന്ന് പറയുന്നത്. തേർഡ് എലമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്ത് ടു ഡയറക്ടറി ഓഫ് ഫയൽ, അതായത് ac.in എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണോ അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അതിൻ്റെ പാത്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത് മൂന്നാമത്തെ എലമെൻറ്റ് യൂസ് ചെയ്യുന്നത്. Let's take our above example with the same modification. If you will click on the given URL http wac.userfiles or contact use എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതാണ് മൂന്നാമത്തെ പാർട്ട്. ലാസ്റ്റ് യൂസർ ഫയൽസ് /contacts as 2090.pdf, അതായത് അതാണ് മൂന്നാമത്തെ ഫയലായിട്ട് പറയുന്നത് കേട്ടോ, PDF ഫയൽ. Let's break the URL to have greater clarity. അപ്പോൾ ഗ്രേറ്റർ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് HTTP എന്ന് അവിടെ ഒരു URL കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പ്രോട്ടോകോൾ, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് സബ് ഡൊമൈൻ, തേർഡ് പാർട്ട് എന്ന് പറയുന്നത് അതായത് യൂസർ ഫയൽസ് എന്ന് പറയുന്നത് ഡൊമൈൻ ഓർ ഡൊമൈൻ സഫിക്സ്, കോൺടാക്ട്സ് എന്ന് പറയുന്നത് ഡയറക്ടറി അല്ലെങ്കിൽ .pdf എന്ന് പറയുന്നത് നമുക്ക് വെബ് പേജായിട്ടും ഫയൽ എക്സ്റ്റൻഷൻ .pdf എന്ന് പറയുന്നത് ഫയൽ എക്സ്റ്റൻഷനായിട്ടും നമുക്ക് പറയാം. അപ്പോൾ അതുതന്നെയാണ് താഴെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് ഡൊമൈൻ നെയിംസ് ആണ്. ഡൊമൈൻ നെയിംസ് URL നമ്മൾ പറഞ്ഞ പോലെ URL അടങ്ങിയിട്ടുണ്ട്. ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെബ് പേജിനെ സ്പെസിഫിക് ആയിട്ടുള്ള വെബ് പേജസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന URLൻ്റെ ഒരു പാർട്ടിനെയാണ് നമ്മൾ ഡൊമൈൻ നെയിം എന്ന് പറയാം. നമ്മളെ വേലത്തെ എക്സാമ്പിളിൽ ignou.ac.in എന്നാണ് നമ്മളെ അതിൽ ഡൊമൈൻ നെയിം ആയിട്ട് വരുന്നത്. ഈ ഒരു ignou.ac.in ആണ്. ദർ ആർ എസെൻഷ്യലി 2 പാർട്സ് ഓഫ് ഡൊമൈൻ നെയിം. ഡൊമൈൻ നെയിമിന് 2 പാർട്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ വെബ്സൈറ്റ്സ് നെയിം, വെബ്സൈറ്റിൻ്റെ നെയിം എന്ന് പറയുന്നത് ഇവിടെ ഇഗ്നോ എന്ന് മാത്രം വരുന്നത് 2 പാർട്ടാക്കി മാറ്റുകയാണെങ്കിൽ അതായത് ac.in ഒരു പാർട്ടും ഇഗ്നോ ഒരു പാർട്ടും. ഇഗ്നോനെ നമ്മൾ വെബ്സൈറ്റ് നെയിം എന്ന് പറയും, ac.inനെ നമ്മൾ ഡൊമൈൻ സഫിക്സ് എന്ന് പറയും. അതായത് എവിടെയാണ്, ഏത് ഓർഗനൈസേഷനിലാണ്, ഏത് ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്തത് എന്നുള്ളതിൻ്റെ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഡൊമൈൻ സഫിക്സ് എന്ന് പറയുന്നത്. അതായത് ടോപ്പ് ലെവൽ, ബോട്ടം ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഡൊമൈനുകളുണ്ട്. TLD എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ ഡൊമൈനാണ്. അപ്പോൾ നമ്മളെ ac.in എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള അക്കൗണ്ടാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ .com എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ കൊമേഴ്ഷ്യൽ ഇതിനാണ് നമ്മൾ .com എന്ന് പറയുക. അപ്പോൾ അങ്ങനത്തെ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡൊമൈൻ സഫിക്സ് എന്ന് പറയാം. അപ്പോൾ ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഡൊമൈൻ നെയിംസ് ആർ യൂസ്ഡ് ആസ് എ ഷോർട്ട് കട്ട് ടു ദി സെർവർ ദാറ്റ് ഈസ് ഹോസ്റ്റിംഗ് ദി വെബ്സൈറ്റിനെ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള സെർവറിൻ്റെ ഷോർട്ട് കട്ടിനെയാണ് നമ്മൾ ഡൊമൈൻ നെയിംസ് എന്ന് പറയുക. ഈ ഡൊമൈൻ നെയിംസ് ഇല്ലെങ്കിൽ ഡൊമൈൻ നെയിംസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു നമ്പർ ഫോർമാറ്റും കൂടെ ഉണ്ടാവും. അതിന് നമ്മൾ IP അഡ്രസ്സ് എന്നാണ് പറയുക. അപ്പോൾ ഡൊമൈൻ നെയിം ഇല്ലെങ്കിൽ നമുക്ക് ഈ IP അഡ്രസ്സ് ഓർത്തിരിക്കേണ്ടി വരും. IP അഡ്രസ്സ് ഓർത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ IP അഡ്രസ്സിൻ്റെ ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ അവിടെ ഇപ്പോൾ ignou.ac.inൻ്റെ IP അഡ്രസ്സ് എന്ന് പറയുന്നത് 192.90.80.70. ഇത് നമുക്ക് ഇതുപോലുള്ള ഒരുപാട് IP അഡ്രസ്സുകൾ നമുക്ക് ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള, ഇൻ്റർനെറ്റിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കമ്പ്യൂട്ടറുകൾക്ക് ഒരേപോലത്തെ, ഒരുപാട് വെബ്സൈറ്റുകൾക്ക് ഒരേപോലത്തെ IP അഡ്രസ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണ്, ഇത് ഓർത്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡൊമൈൻ നെയിം എന്നുള്ള സിസ്റ്റം വന്നിട്ടുള്ളത്. അപ്പോൾ ഡൊമൈൻ നെയിം ഇല്ലെങ്കിൽ നമുക്ക് IP അഡ്രസ്സ് ആലോചിച്ചിരിക്കേണ്ടി വരും. ദർ വുഡ് ബി സിമിലർ IP അഡ്രസ് ഫോർ അതർ വെബ്സൈറ്റ് ആൻഡ് ആസ് യു ക്യാൻ സേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൽ പറയുന്നത്. The domain name system server to translate domain names into IP address. അതായത് നമ്മൾ ഓരോ വെബ്സൈറ്റും ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഓരോ വെബ് പേജസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മളേതായിട്ടുള്ള വെബ്സൈറ്റുകൾ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഓരോ വെബ് പേജസ് ആണോ ആദ്യം HTML യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓരോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓരോ ഫയലുകളും FTP യൂസ് ചെയ്തിട്ട് സെർവറിലോട്ട് കൊടുക്കും. സെർവർ ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ചിട്ട് നമുക്കിതിനെ മറ്റുള്ള പബ്ലിക്കിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വെബ്സൈറ്റിൻ്റെ ഒരു പേര് തരും. പേര് നമുക്ക്
സജസ്റ്റ് ചെയ്യാം. ആ പേരിന് പകരം ഒരു IP അഡ്രസ്സും കൂടെ നമുക്ക് സെർവർ തരും. ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പബ്ലിക് ഒരാൾ ഇപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിൻ്റെ പറയുകയാണെങ്കിൽ ആരെങ്കിലും ഇഗ്നോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇഗ്നോൻ്റെ URL സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സാണ് സെർവറിൽ ഉണ്ടാവുക. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സ് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ അനുസരിച്ചുള്ള റെസ്പോണ്ട് നമുക്ക് തിരിച്ചു തരികയാണ് ചെയ്യുക. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡൊമൈൻസ് നേരത്തെ പറഞ്ഞു, TLD എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, 2 ടൈപ്സ് ഇവിടെ താഴെ പറയുന്നുണ്ട്, അതും കൂടെ പറയാം കേട്ടോ. ദി മോസ്റ്റ് കോമൺ ടൈപ്സ് ഓഫ് ഡൊമൈൻ ഈസ് TLD. എന്താണ്? ടോപ്പ് ലെവൽ ഡൊമൈൻ ആണ് മോസ്റ്റ് കോമൺ ടൈപ്സ് ഓഫ് ഡൊമൈൻ എന്ന് പറയുന്നത്. ആസ് ദ ടോപ്പ് ലെവൽ ഓഫ് ദി ഇൻ്റർനെറ്റ് ഡൊമൈനെ അതിൽ രണ്ടെണ്ണമാണുള്ളത്, CCTLDയും GTLDയും. കൺട്രി കോഡ് ടോപ്പ് ലെവൽ ഡൊമൈൻ യൂസസ് കോഡ്സ് ഫോർ കൺട്രിക്ക് വേണ്ടിയിട്ട് കോഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കൺട്രി കോഡ് ടോപ്പ് ലെവൽ ഡൊമൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദി കോഡ് ഈസ് 2 letters ബേസ്ഡ് അപ്പോൺ ദി കൺട്രിക്ക് അനുസരിച്ച് ലാസ്റ്റ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു .IN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ, CCTLD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ളതാണ്. .UK എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യുണൈറ്റഡ് കിങ്ഡത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ .US എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യുണൈറ്റഡ് സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. .KSA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിങ്ഡം ഓഫ് സൗദി അറേബ്യക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒക്കെ മനസ്സിലാക്കുക. ദ ഹെൽപ്സ് യൂസേഴ്സ് ടു ഐഡൻറ്റിഫൈ ദ റീജിയൻ ഇൻ വിച്ച് വെബ്സൈറ്റ് ഈസ് ഓപ്പറേറ്റിംഗ്. ഈ വെബ്സൈറ്റ് എവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് CCTLD കൊടുക്കുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊരു വെബ്സൈറ്റ് കാണുമ്പോൾ നോക്കുക ഇത് ഏത് രാജ്യത്തുള്ളതാണെന്ന് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി എളുപ്പമാവും ഇത് പഠിച്ചു കഴിഞ്ഞാൽ. നെക്സ്റ്റ് വൺ GTLD. ജനറിക് ടോപ്പ് ലെവൽ ഡൊമൈൻ ഈസ് ദ ടൈപ്പ് ഓഫ് ഡൊമൈൻ വിച്ച് ആർ ഇൻറ്റൻഡഡ് ഫോർ സ്പെസിഫിക് യൂസ് കേസ് ആൻഡ് ഡസ് നോട്ട് റിലേ എനി കൺട്രി കോഡ്. There are more than 1000 GLD available, but the most common include .com, അതായത് കൊമേഴ്ഷ്യൽ ബിസിനസ് ഓർഗനൈസേഷൻസ്, ORG, അതായത് ഒരു കൺട്രിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് കൊമേഴ്ഷ്യൽ ആണെങ്കിൽ അത് .com എന്ന് പറയും. അതായത് facebook.com എന്നൊക്കെ പറയില്ലേ നമ്മൾ, gmail.com, കൊമേഴ്ഷ്യൽ ആയിട്ടാണ് അതങ്ങനെ പറയുന്നത്. പിന്നെ ORG ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ളതാണ് ORG. പിന്നെ .net എന്ന് പറയും, നെറ്റ്വർക്കിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതുള്ളത്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് .edu. അപ്പോൾ അതിനാണ് GTLD, ജനറിക് ടോപ്പ് ലെവൽ ഡൊമൈൻ എന്ന് പറയുന്നത്. The domains sitting directly below the TLD are second level domains. Indian companies using .co.in instead of .com. India academic institution and universities using .ac.in. These are perfect examples of second level domains. But second level domains വന്ന് ടോപ്പ് ലെവലിലുള്ളത് നമ്മൾ പറഞ്ഞു. സെക്കൻഡ് ലെവൽ ഡൊമൈൻസിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ www.ignou.ac.in എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ac.in എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി, ഇന്ത്യൻ യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ac.in എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്ററും കൂടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ചാപ്റ്ററിലൂടെ കാണാം.